നമസ്കാരം. ഒരു കാലത്ത് പ്രീമിയം എന്ന് പറയുന്ന വാക്കിന് കറക്റ്റായിട്ടുള്ള മീനിങ് കൊടുത്തുകൊണ്ടിരുന്ന ഒരു വാഹന ടൈപ്പ് എന്ന് പറയുന്നത് സെഡാൻ വാഹനങ്ങളാണ്. സെഡാൻ വാഹനങ്ങളുടെ ഒരു കംഫർട്ട് എന്ന് പറയുന്നത് നല്ല റോഡുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ വളരെ മികച്ച കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു ഡ്രൈവ് അല്ലെങ്കിൽ സസ്പെൻഷൻ്റെ ഏറ്റവും നല്ലൊരു ക്വാളിറ്റി നമുക്ക് ഫീൽ ചെയ്യാൻ കഴിയുന്ന വാഹനങ്ങൾ സെഡാൻ വാഹനങ്ങൾ തന്നെയാണ്. പക്ഷേ ഇന്ത്യൻ സാഹചര്യത്തിൽ സെഡാൻ വാഹനങ്ങൾ അത്ര കണ്ട് ഉപയോഗമാണെന്ന് ഞാൻ പേഴ്സണലി വിശ്വസിക്കുന്നില്ല. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഈ ഒരു വാഹനത്തിലേക്ക് ഇരിക്കുക അല്ലെങ്കിൽ അതിൽ നിന്ന് ഇറങ്ങുക എന്നൊക്കെ പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ്. എസ്പെഷ്യലി പ്രായമുള്ള ആളുകൾക്കൊക്കെ നമ്മളൊരു തറ നിരപ്പിലേക്ക് താന്നിരിക്കുന്നു എന്നുള്ളൊരു ഫീൽ ഉണ്ടായിരിക്കും. അതായത് ഒരു ഉയർന്ന സീറ്റിംഗ് പൊസിഷൻ ഈ ഒരു വാഹനത്തിനില്ല, അല്ലെങ്കിൽ ഇത്തരം വാഹനങ്ങൾക്കില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഇന്നത്തെ ബ്ലോഗിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കാലക്രമേണ ഇല്ലാതാകാൻ സാധ്യതയുള്ളൊരു സെഗ്മെൻറ്റാണ് സെഡാൻ സെഗ്മെൻറ്റ്. ഇതിൽ തന്നെ കോമ്പാക്ട് സെഡാൻ ഉണ്ട്, അതുമാത്രമല്ല പ്രീമിയം ഫുൾ സൈസ് സെഡാനൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വാഹനങ്ങളുടെ ഒരു കാറ്റഗറി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വിരലിൽ എണ്ണാവുന്ന വാഹനങ്ങൾ മാത്രമാണുള്ളത്. ഇന്നത്തെ ബ്ലോഗിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2025 ഒക്ടോബർ മാസത്തിൽ ഏറ്റവും കൂടുതൽ വിറ്റ സെഡാൻ വാഹനങ്ങളെ 1 മുതൽ 10 വരെ വിറ്റ നമ്പറിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ റാങ്ക് ചെയ്യാൻ പോവുകയാണ്. എഞ്ചിൻ പേട്ട മറ്റൊരു ബ്ലോഗിലേക്ക് എൻ്റെ എല്ലാ ഫാമിലി മെമ്പേഴ്സിനും ഹാർദമായ സ്വാഗതം. ഇന്നത്തെ ബ്ലോഗിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടോപ്പ് 10 സെഡാൻ കാർസ് സോൾഡ് ഔട്ട് ഇൻ 2025 ഒക്ടോബർ. തീർച്ചയായും ഈ ഒരു കോണ്ടന്റ് ഉപകാരപ്രദമായെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. 10ാമത്തെ സ്ഥാനത്ത് സ്കോഡയുടെ ഒക്ടാവിയാണ്. പ്രീമിയം വാഹനമാണ്, പ്രീമിയം സെഡാൻ കാറ്റഗറിയിൽ വരുന്ന ഒരു വാഹനമാണ്. 2025 ഒക്ടോബർ മാസത്തിൽ വെറും 2 യൂണിറ്റുകൾ മാത്രമാണ് അവർക്ക് വിൽക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. 9ാമത്തെ സ്ഥാനത്ത് ടൊയോട്ടയുടെ ക്യാമറിയാണ്. വളരെ മികച്ച വാഹനമാണ്. എന്നാൽ ഇത്തരത്തിലുള്ള വാഹനങ്ങളോടുള്ള ആളുകളുടെ താല്പര്യം കുറഞ്ഞതുകൊണ്ട് മാത്രം വിൽക്കാതിരിക്കുന്ന വാഹനങ്ങളിൽ ഒന്നാണ് ടൊയോട്ട ക്യാമറി. 2025 ഒക്ടോബർ മാസത്തിൽ 276 യൂണിറ്റുകൾ മാത്രമാണ് ടോട്ടൽ ടൊയോട്ട ക്യാമറയുടെ മോഡലുകൾ വിറ്റഴിഞ്ഞത്. ഇനി 8ാമത്തെ സ്ഥാനത്തേക്ക് പെട്രോളിലും സ്ട്രോങ് ഹൈബ്രിഡിലും അവൈലബിൾ ആയിട്ടൊരു വാഹനമാണ്. സ്ട്രോങ് ഹൈബ്രിഡിൻ്റെ കാര്യം പറയുമ്പോഴത്തേക്കും 4 സിലിണ്ടർ സ്ട്രോങ് ഹൈബ്രിഡ് വാഹനമാണ്. സാധാരണഗതിയിൽ സ്ട്രോങ് ഹൈബ്രിഡ് വാഹനങ്ങളൊക്കെ 3 സിലിണ്ടർ വിത്ത് സ്ട്രോങ് ഹൈബ്രിഡ് ടെക്നോളജിയാണ് വരുന്നത്. ഹോണ്ട സിറ്റിയാണ്. വളരെ മികച്ച വാഹനമാണ്. ഗ്രൗണ്ട് ക്ലിയറൻസ് വളരെ കുറവാണെന്നുള്ളത്. അപ്രോക്സിമേറ്റ്ലി 165 മില്ലിമീറ്ററൊക്കെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ്. ആ ഒരു ഗ്രൗണ്ട് ക്ലിയറൻസ് വെച്ച് ഇന്ത്യൻ സാഹചര്യത്തിൽ നന്നായിട്ട് കഷ്ടപ്പെടും. കാരണം എക്സ്പെഷ്യലി കേരളത്തിലെ റോഡുകളൊക്കെ നമുക്കറിയാം ലോക നിലവാരത്തിലുള്ള റോഡുകളാണ്. അപ്പോൾ അതിലൊക്കെ ഓടിക്കുമ്പോഴത്തേക്കും എങ്ങനെയായിരിക്കും അതിൻ്റെ ബുദ്ധിമുട്ടെന്ന് നമുക്കറിയാം. നമ്മളൊരു വാഹനം വാങ്ങിച്ചാൽ നമുക്കത് പ്രാക്ടിക്കലി നമ്മുടെ ആവശ്യത്തിന് ഉപയോഗിക്കാൻ കഴിയണം. അല്ലാതെ പേപ്പറിൽ ആ ഒരു വാഹനത്തിൻ്റെ സ്പെക്ക് നോക്കി അല്ലെങ്കിൽ ആ വാഹനത്തിൻ്റെ സ്റ്റൈലിംഗ് നോക്കി അത്തരത്തിൽ വാങ്ങിച്ചാൽ പോലും നമ്മുടെ സാഹചര്യത്തിൽ അത് കൊണ്ടു നടക്കാൻ പറ്റുമെങ്കിൽ മാത്രമേ ആ ഒരു വാഹനം വാങ്ങാവുള്ളൂ. 2025 ഒക്ടോബർ മാസത്തിൽ ഹോണ്ട സിറ്റി 578 യൂണിറ്റുകൾ മാത്രമാണ് വിറ്റഴിഞ്ഞത്. പെട്രോളിലും അവൈലബിൾ ആണ്, സ്ട്രോങ് ഹൈബ്രിഡിലും അവൈലബിൾ ആണ്. 12,48,000 മുതൽ 16,70,000 വരെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ എക്സ് ഷോറൂം പ്രൈസ്. ഇനി 7ാമത്തെ സ്ഥാനത്തേക്ക് ഹ്യുണ്ടായുടെ വേർണയാണ് വരുന്നത്. മികച്ചൊരു വാഹനമാണ്. 1.5 നാച്ചുറലി ആസ്പിറേറ്റഡ് 4 സിലിണ്ടർ എഞ്ചിനുണ്ട്. പെട്രോളിൽ മാത്രമാണ് ഈ ഒരു വാഹനം അവൈലബിൾ ആയിട്ടുള്ളത്. അതുമാത്രമല്ല 1.5 ടർബോ പെട്രോളും അവൈലബിൾ ആണ്. 2025 ഒക്ടോബർ മാസത്തിൽ വേർണയുടെ 824 യൂണിറ്റുകൾ അവർക്ക് ടോട്ടൽ വിൽക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ 6ാമത്തെ സ്ഥാനത്തേക്ക് ആരും അങ്ങനെ ശ്രദ്ധിക്കാത്തൊരു വാഹനമാണ്, എന്നാൽ ശ്രദ്ധിക്കുന്നവർ ശ്രദ്ധിക്കുന്ന വാഹനമാണ്. സബ് ഫോർമേറ്റൽ കാറ്റഗറിയിൽ വരുന്ന ഒരു സെഡാൻ വാഹനമാണ്. ടാറ്റ മോട്ടോഴ്സിൻ്റെ ടിഗോറാണ്. ഇലക്ട്രിക്കൽ അവൈലബിൾ ആണ്, CNG അവൈലബിൾ ആണ്, പെട്രോളിൽ അവൈലബിൾ ആണ്. CNG വിത്ത് AMT ട്രാൻസ്മിഷനിലും ഈ ഒരു വാഹനം അവൈലബിൾ ആണ്. ഈ ഒരു സെഗ്മെൻറ്റിൽ ഒരേ ഒരു വാഹനം ഈ ടൈപ്പിൽ CNG വിത്ത് AMT ട്രാൻസ്മിഷൻ, അത് ടിഗോർ മാത്രമാണ്. 2025 ഒക്ടോബർ മാസത്തിൽ 1196 യൂണിറ്റുകൾ ടോട്ടൽ അവർക്ക് വിൽക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനി 5ാം സ്ഥാനത്ത് വന്ന വാഹനം സ്കോഡയുടെ സ്ലാവിയാണ്. പ്രീമിയം വാഹനം എന്നൊക്കെ നമുക്ക് വിളിക്കാം. തീർച്ചയായിട്ടും 1 ലിറ്ററിലും അവൈലബിൾ ആണ്, 1.5 ലിറ്റർ ടർബോ ചാർജ്ഡ് പെട്രോളിലും ഈ ഒരു വാഹനം അവൈലബിൾ ആണ്. 1648 യൂണിറ്റുകളാണ് 2025 ഒക്ടോബർ മാസത്തിൽ സ്കോഡ സ്ലാവിയ ടോട്ടൽ വിറ്റത്. റീസെൻ്റായിട്ട് ഈ ഒരു വാഹനത്തിൻ്റെ അപ്ഡേഷനൊക്കെ വരാൻ പോകുന്നു എന്ന വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഈ ഒരു വാഹനത്തിന് അപ്ഡേഷൻ ലഭിക്കും എന്നുള്ളത് വാസ്തവമാണ്. ഇനി 4ാം സ്ഥാനത്തേക്ക് ഫോക്സ് വാഗൻ്റെ വിർച്വസ് എന്ന് പറയുന്ന വാഹനമാണ്. നമുക്കറിയാം സ്ലാവിയയും വിർച്വസൊക്കെ ഏകദേശം സഹോദരങ്ങൾ തന്നെയാണ്. 2025 ഒക്ടോബർ മാസത്തിൽ 2453 യൂണിറ്റുകൾ ടോട്ടൽ അവർക്ക് വിൽക്കാൻ കഴിഞ്ഞു. 1 ലിറ്റർ ടർബോ ചാർജ്ഡ് എഞ്ചിനിലും അവൈലബിൾ ആണ്, 1.5 ലിറ്റർ ടർബോ ചാർജ്ഡ് വേർഷനിലും ഈ ഒരു വാഹനം അവൈലബിൾ ആണ്. രണ്ടും പെട്രോൾ എഞ്ചിനാണ്. 11,56,000 മുതൽ 19,40,000 വരെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ എക്സ് ഷോറൂം പ്രൈസ്. ഇനി 3ാമത്തെ സ്ഥാനത്ത് ഹോണ്ട അമേസ് ആണ്. ഈ ഒരു സെഗ്മെൻറ്റിൽ തന്നെ അത്യാവശ്യം പ്രകടനം കാഴ്ചവെക്കുന്ന ഒരു വാഹനം ഹോണ്ട അമേസ് തന്നെയാണ്. ഹോണ്ട സിറ്റിയേക്കാളൊക്കെ ഫാർ ബെറ്റർ ആയിട്ടുള്ളൊരു പ്രകടനമാണ് ഹോണ്ട അമേസ് കാഴ്ചവെക്കുന്നത്. മാനുവൽ ട്രാൻസ്മിഷനിലും CVTയിലും ഈ ഒരു വാഹനം അവൈലബിൾ ആണ്. 3630 യൂണിറ്റുകളാണ് 2025 ഒക്ടോബർ മാസത്തിൽ ഹോണ്ട അമേസിൻ്റെ
ടോട്ടൽ സെയിൽ എന്ന് പറയുന്നത്. സി എൻ ജിയിലും അവൈലബിൾ ആണ്. സി എൻ ജി എന്ന് പറയുന്നത് ഫാക്ടറി ഫിറ്റഡ് സി എൻ ജി അല്ല, ബേസ് മോഡലും അതിന് തൊട്ട് മുകളിലുള്ള മോഡലൊക്കെ നമ്മൾ വാങ്ങിച്ചിട്ട് നമുക്ക് കമ്പനിയിൽ തന്നെ അല്ലെങ്കിൽ ആഫ്റ്റർ മാർക്കറ്റ് സി എൻ ജി കിറ്റുകൾ വെച്ച് നൽകുന്നുണ്ട്. തീർച്ചയായിട്ടും നല്ലൊരു നീക്കം തന്നെയാണ്. പക്ഷേ കാര്യമായിട്ടുള്ളൊരു മാർക്കറ്റിംഗ് ഒന്നും അതിൻ്റെ പുറകെ ഹോണ്ട ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ആളുകളിലേക്ക് ഇത് എത്തുന്നില്ല. 8,14,000 മുതൽ 11,24,000 വരെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ എക്സ് ഷോറൂം പ്രൈസ്. ഇനി രണ്ടാം സ്ഥാനത്തേക്ക് വന്നിട്ടുള്ള സെഡാൻ എന്ന് പറയുന്നത് അതും ഒരു കോമ്പാക്ട് സെഡാൻ തന്നെയാണ്, ഹ്യുണ്ടായുടെ ഓറയാണ്. 5,815 യൂണിറ്റുകളാണ് 2025 ഒക്ടോബർ മാസത്തിൽ ടോട്ടൽ നമ്പർ അവർക്ക് വിൽക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. പെട്രോളിലും സി എൻ ജിയിലും ഈ ഒരു വാഹനം അവൈലബിൾ ആണ്. ഇനി ഒന്നാമത്തെ സ്ഥാനത്തേക്ക് വന്നുള്ള വാഹനം ഒരു സംശയവും വേണ്ട, ആർക്കും ഒരു ഡൗട്ടുമില്ല, മാരുതി സുസുക്കിയുടെ ഡിസയർ എന്ന് പറയുന്ന വാഹനമാണ്. ടാക്സി സെഗ്മെൻറ്റിലേക്ക് ഒരുപാട് ഈ ഒരു വാഹനം പോകുന്നുണ്ട്. 1.2 നാച്ചുറലി ആസ്പിറേറ്റഡ് 3 സിലിണ്ടർ എഞ്ചിനാണ്. Z12E എന്ന് പറയുന്ന എഞ്ചിനാണ്. തീർച്ചയായിട്ടും ഈ ഒരു എഞ്ചിൻ്റെ ഫ്യൂൽ എഫിഷ്യൻസി ഭയങ്കരമായിട്ട് ഹൈലൈറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും പെട്രോൾ മാനുവൽ ട്രാൻസ്മിഷനിലും പെട്രോൾ AMT ട്രാൻസ്മിഷനൊക്കെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ക്ലെയിം ചെയ്യുന്ന അത്രത്തോളം ഫ്യൂൽ എഫിഷ്യൻസി കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ വളരെയധികം ഒരു ക്വസ്റ്റ്യൻ മാർക്ക് അതിൻ്റെ മുകളിലുണ്ട്. എന്നാൽ സി എൻ ജിയിൽ എങ്ങനെ ഓടിച്ചു കഴിഞ്ഞാൽ ഒരു 30 കിലോമീറ്ററൊക്കെ ഈ ഒരു വാഹനത്തിന് ലഭിക്കുന്നുണ്ട്. 2025 ഒക്ടോബർ മാസത്തിൽ വുഡ് യു ബിലീവ് നമ്മളിപ്പോൾ ഈ 1 മുതൽ 10 വരെയുള്ള റാങ്കിങ് നോക്കുമ്പോൾ അതിൽ 1 മുതൽ 9 വരെയുള്ള കാറുകൾ നമ്മൾ നോക്കിയാൽ പോലും, അതായത് ഈ പറയുന്ന ഡിസയർ മാറ്റി നിർത്തിയിട്ട് ബാക്കി എല്ലാ വാഹനങ്ങളും കൂടെ കൂട്ടിയാൽ പോലും ഈ ഒരു വാഹനത്തിൻ്റെ ഒരു മാസത്തെ സെയിൽ നമ്പറിൻ്റെ അടുത്ത് പോലും വരുന്നില്ല. 20,791 യൂണിറ്റുകളാണ് 2025 ഒക്ടോബർ മാസത്തിൽ മാരുതി സുസുക്കി ഡിസയർ എന്ന് പറയുന്ന കോമ്പാക്ട് സെഡാൻ കാറുകൾ ടോട്ടൽ വിറ്റത്. തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എൻഡേഞ്ചേർഡ് സ്പീഷീസ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സെഗ്മെൻറ്റാണ് സെഡാൻ സെഗ്മെൻറ്റ്. തീർച്ചയായിട്ടും ഇത്തരം വാഹനങ്ങൾ ഇന്ത്യൻ മാർക്കറ്റിൽ നിന്നും പതുക്കെ അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കും. ഡിസയറൊക്കെ നിലനിൽക്കാനുള്ള ഒരു കാരണമെന്ന് പറയുന്നത് അതിൻ്റെ ഫ്യൂൽ എഫിഷ്യൻസിയും അതുമാത്രമല്ല മാരുതിയോടുള്ള ആളുകളുടെ ഒരു ട്രസ്റ്റും. ഏറ്റവും പ്രധാനമായിട്ടും ഈ കാറുകൾ ടാക്സി സെഗ്മെൻറ്റിലേക്ക് ഒരുപാട് പോകുന്നുണ്ട്. ഇപ്പോൾ ഓറയൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിലും ടാക്സി സെഗ്മെൻറ്റിലേക്ക് ഒരുപാട് ആ ഒരു വാഹനം പോകുന്നുണ്ട്. തീർച്ചയായിട്ടും ഈ ഒരു കോണ്ടന്റ് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. നല്ല ഇൻഫോർമേറ്റീവായിട്ടുള്ള വീഡിയോസും വീണ്ടും കാണാം. നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരിക്കൽ കൂടെ നന്ദി, നമസ്കാരം.